ബ്ലൗസ് ലുക്കിൻ്റെ കൂടെ ഫുള്ളി എംബ്രോയിഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷാമ്പെയിൻ ഗോൾഡ് നെറ്റ് സാരിയുടെ ഒരു ലുക്കാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈനർ സാരിയാണ്. ലോട്ട് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന എഡ്ജസും അതിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡേർഡ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിങ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ you have thread inside the petals and outer petalsനകത്ത് രണ്ട് ഷെയ്ഡിൽ ഒരു റെയിൻബോ ആൻറ്റീക്കും ഒരു വൈറ്റ് റെയിൻബോയുടെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കുഞ്ഞ് പേൾ ഡീറ്റെയിൽ വിത്ത് ഷുഗർ ബീൻ്റെ സ്കാറ്റർ. ബോഡിയിൽ ഫുള്ളായിട്ട് ഡബിൾ പേൾ കൊടുത്തിട്ടുള്ള ഒരു സ്കാറ്റർ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് നമുക്കിത് രണ്ട് ബോർഡറിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ അതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ലുക്ക്. ഇറ്റ്സ് എ ഷിഫോൺ ഫാബ്രിക്, ചിനോണാണ്. ആൻഡ് അതിനകത്ത് ഒരു സെൽഫ് എംബ്രോയിഡറി പാറ്റേൺ ലെഹറിയ ഡിസൈനിൻ്റെ അകത്ത് വന്ന് വേവി ലൈൻസിലാണ് വന്നിരിക്കുന്നത്. പ്രിൻസസ് കട്ടിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് പാനൽ ഇത് ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് പ്രിൻസസ് കട്ടിൻ്റെ സെൻറ്റർ പാനൽ ഫുള്ളായിട്ട്. പിന്നെ വർക്ക് കൊടുത്തിരിക്കുന്നത് ബാക്ക് പാനലിലും ആൻഡ് സ്ലീവ്സിലുമാണ്. സ്ലീവ്സിൻ്റെ ബോർഡറിൽ നമുക്ക് നമ്മുടെ സാരിയുടെ ഒരു ഇൻസ്പിറേഷനും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞായിട്ട് ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ് ഫുൾ ഹെവിലി വർക്ക്ഡ് ആയിട്ടാണ് ബ്ലൗസ് വരിക കേട്ടോ. അപ്പോൾ ഈ സെയിം ഷെയ്ഡിൽ തന്നെ സറ്റൂൺ നമ്മളൊരു ഫിഷ് കട്ട് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഇൻസ്കർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. സാരിയുടെ ഒരു ഫുൾ ഭംഗി നമുക്കറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണുമ്പോഴായിരിക്കും അറിയാം. പിന്നെ വർക്ക് ഡീറ്റെയിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. ആൻഡ് ഇറ്റ്സ് എ സ്റ്റഡി നെറ്റ് ആസ് വെൽ, കൺവീനിയൻറ്റ് ടു ഡ്രേപ്പാണ്. ഭയങ്കര ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. 21,999 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഡിസൈനർ സാരി. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് DSA 105 എന്ന്. ഇത് നമ്മൾ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻസാണ് കേട്ടോ. അപ്പം ഈ ഒരു ലുക്ക് നമുക്കവിടെ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. DSA 105 ക്രീം കോമ്പിനേഷൻ്റെ കൂടെ നമുക്ക് ഏത് ട്രഡീഷണൽ കളേഴ്സ് വന്നു കഴിഞ്ഞാലും ഭംഗിയാണ്. പക്ഷേ മറൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇറ്റ്സ് ഓൺലി 999. നമ്മൾ 999 റേഞ്ചിൽ സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഇത്രയും ഹെവി ആയിട്ട് അതിനകത്ത് ഫുള്ളി ത്രെഡ് വർക്ക്, ആ ഒരു സെറി വോവൺ മോട്ടീവ്സൊക്കെ വന്നിട്ട് ഇത്രയും റിച്ച് ആയിട്ട് ആ ഒരു കാഞ്ചീപുരത്തിൻ്റെ ലുക്കിൽ നമുക്ക് 999 എന്തായാലും എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ കോമ്പിനേഷനും കൂടി ഉണ്ട്. ഗ്രീൻ്റെ കോമ്പിനേഷൻ ആക്ച്വലി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫുള്ള് കോപ്പർ സെറി വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു മറൂണും ക്രീമും കൂടി മിക്സ്ഡ് ഡബിൾ ടോണിൽ വന്നിട്ട് കുറച്ചും കൂടി ഒരു ലൈറ്റ് മറൂൺ ഷെയ്ഡിലാണ് എൻ്റെ ഏകദേശം അതെ ഈ ഒരു ഷെയ്ഡിലാണ് എൻ്റെ ബ്ലൗസ് ആക്ച്വലി എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫുൾ പല്ലു നല്ല ഹെവി ആയിട്ട് മെടഞ്ഞ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. KF 157 എന്ന ഗോൾഡിലാണ് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫുള്ള് കാഞ്ചീപുരത്തിൻ്റെ അതേ ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിൽ നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡർ. ബ്രോഡാണെങ്കിലും ഭയങ്കര വിട്ട് വന്നിട്ട് നമുക്കങ്ങ് ഷോർട്ട് ഫീൽ ഉണ്ടാക്കുന്ന ഒരു ബ്രോഡ്നെസ് അതിനകത്ത് വന്നിട്ടില്ല. ഒരു ഇൻ ബിറ്റ്വീൻ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോഡി ഫുള്ള് കുഞ്ഞു കുഞ്ഞു മോട്ടീഫ്, നല്ല ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന കുഞ്ഞു മോട്ടീവ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി സെമി സിൽക്കിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഒരു തീരെ ലൂസായിട്ടൊന്നും വരുന്നില്ല. ഇതിൻ്റെ ബോർഡർ പോർഷനിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ത്രെഡ് വീവിങ് പാറ്റേണിൻ്റെ ഒരു ബേസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ചെയ്തെടുത്തേക്കുന്ന ലുക്കാണ് കേട്ടോ. നമുക്കിതിനകത്ത് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് ആണ്. ഒരു ഡബിൾ ഷെയ്ഡ് പോലും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സോഫ്റ്റ് ആണ്. പക്ഷെ ജ്വല്ലറി കൊണ്ടുവലിയുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കൊണ്ടുവരികയാനുള്ള ഒരു ടെൻഡൻസി വരുന്നതാണെന്നുള്ളതേ ഉള്ളൂ. KF 157 ഫോർ യു. പാർട്ടി വെയർ ലുക്സിൽ ഒരുപാട് ഫാബ്രിക്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഇല്ലാത്ത വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉടുത്ത് കഴിയുമ്പോഴും നല്ല സ്റ്റേണായിട്ട് അത് ഇരുന്നോളൂ. നമുക്ക് കെയർ ഫ്രീ ആയിട്ട് നമുക്ക് യു ക്യാൻ എൻജോയ് ദി ഈവനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരു ഒക്കേഷണൽ വെയറിന് നമുക്ക് ആ ഒരു യങ്ങർ ക്രൗഡിനൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ക്യാരി ചെയ്യാവുന്ന കേട്ടോ. ഈ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, സാരീസ് നമുക്ക് ഉടഞ്ഞു പോകുന്ന രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, ഞാൻ ഏകദേശം ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാരീസ് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും അത് ക്രഷ്ഡ് ആവാണ്ട് നന്നായിട്ട് തന്നെ ടിൽ ദ ഡേ ഗെറ്റ്സ് ഓവർ നന്നായിട്ട് തന്നെ ഇരുന്നോളും.
നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതൊരു ഷിമ്മർ ഷിഫോണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് സ്ലൈറ്റായിട്ട് ഒരു ഷീനും കൂടി വരുന്നത് കാരണം നമുക്ക് ഒരു ഈവനിങ് ഫങ്ഷനൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് വെയർ ചെയ്യാം. ആൻഡ് ഇത് നമുക്കിപ്പം ഒരുപാട് ജ്വല്ലറി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന, സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഒരു 3099 ആണ്. ആൻഡ് ഇത് പറയുമ്പോൾ നമുക്ക് കറൻ്റ്ലി റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഈ ഒരു ലുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്കാലപ്പ് ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള പാറ്റേൺ കൈൻഡ് ഓഫ് മേക്സ് എ ഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലത്തെ ഉള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ട്രാൻസ്പെറൻസി ഉള്ള മെറ്റീരിയലാണ് അതിനകത്ത്. സ്ലൈറ്റായിട്ട് ക്രോപ്പ് ടോപ്പ് ലുക്കിലുള്ള ഒരു ബ്ലൗസാണ് നമ്മൾ പ്രിഫറബിളി നല്ലത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക്. ആൻഡ് സൈഡ്സ് ഇപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട്. ലോ പോർഷനിൽ മുട്ടിൻ്റെ താഴോട്ടാണുള്ള പ്ലീറ്റ്സിൻ്റെ അവിടെയാണ് എംബ്രോയിഡറി വരുന്നത്. ഇറ്റ്സ് എ റിയലി നൈസ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിന് ക്ലോസർ ആയിട്ടുള്ള ഒരു ടോൺ ഉണ്ട് കേട്ടോ. ഞാനതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കാണിക്കാം. ഇത്രയും ബ്രൈറ്റ് അല്ല നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഇതാണ്ട കുറച്ചും കൂടി ഒരു ലൈറ്റ് ടോൺ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് നമുക്കതും കൂടി ഓപ്പൺ ചെയ്ത് കാണാം. ബ്ലൗസ് സോളിഡാണ്. സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ഷിമ്മർ ഷിഫോണിൽ വന്നിരിക്കുന്ന ലുക്ക്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇത് കുറച്ചും കൂടി സട്ടിലാണ്. കളർ കുറച്ചും കൂടി ഒരു അടഞ്ഞ കളർ എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ചിലർക്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ദിസ് ഇസ് വൺ ലുക്ക്. ആൻഡ് നെക്സ്റ്റ് ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ ഒരു 2 ലുക്ക് കാണാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഡാർക്ക് ടോണിലാണ് നിൽക്കുന്നത്, അത് ലൈറ്റ് ടോണിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ബേസിക്കലി. ദിസ് ഇസ് കുറച്ചൊരു മോവ് ടിൻ്റ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ദിസ് ഇസ് ദി ലുക്ക്. SBP 300 and 301 എന്നുള്ള 2 കോഡ്സിനകത്തായിട്ടാണിത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇൻസൈഡ് പോർഷനും നീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. ആ ഒരു സെയിം ടോണിൽ തന്നെ, സിമിലർ ആയിട്ടുള്ള ഒരു ടോണ് തന്നെയാണ് എൻ്റെ ആ ഒരു ലോവർ സ്റ്റിച്ചസിനും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. ചിലപ്പോഴൊക്കെ വൈറ്റ്സ് വരാറുണ്ട്. ഇത് സിമിലർ ടോണിലാണ് വന്നിരിക്കുന്നത്. സെൽഫ് കളറിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ. ആൻഡ് ദ ഡിസൈൻ ഇസ് ഓൾസോ ആക്ച്വലി വെരി നൈസ്. ഒരു ഷെയ്ഡിങ് എഫക്റ്റ് പോലെയാണ് നമുക്ക് അവിടെ ഒരു 3D ഷെയ്ഡിങ് എഫക്റ്റ് പോലെയുള്ള ഒരു മോട്ടീഫാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റർ ടോൺ, സെയിം ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റർ ലുക്ക്. ദിസ് ഇസ് ഒരു സ്ലൈറ്റ്ലി പിങ്കിഷ് ടോണിൽ വന്നിട്ടുള്ള ഒരു ഫുള്ളി എംബ്രോയിഡറി ലുക്കാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ സെയിം ബ്ലൗസിൽ നമുക്ക് ഇതിനകത്ത് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു പേളിൻ്റെ സ്കാറ്റർ കൊടുത്താൽ ഏത് കളേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും മാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു ജസ്റ്റ് ആൻ ഐഡിയ. എനിക്ക് ഇങ്ങനത്തെ സിമിലേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും പേൾസിനകത്തോട്ടൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ വരാറുണ്ട്. സോ ദിസ് ഇസ് ദി ആൻഡ് ദെൻ വൺ വെരി ബ്യൂട്ടിഫുൾ ഒരു ടീൽ ടോണിൽ വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്. ദിസ് ഇസ് ദി ലാസ്റ്റ് കളർ. ഇതെല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചേഴ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സിമിലർ ലുക്ക് വരും, സിമിലർ കളർ പാലറ്റിൽ ഡിഫറെൻറ്റ് ഫാബ്രിക്സിൻ്റെ അകത്തൊക്കെ ആയിട്ട് SBPയുടെ തന്നെ ഡിഫറെൻറ്റ് കോഡ്സിൽ യു ക്യാൻ സീ ഇൻ ആ വെബ്സൈറ്റ് ഓർ യു ക്യാൻ ജസ്റ്റ് വിസിറ്റ് അവർ സ്റ്റോഴ്സ്.